ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണല്ലോ. ആ നരേന്ദ്രമോദിയെക്കാളും റേഞ്ചുള്ള ഒരു ഡസൻ കണക്കിന് ആൾ ഇന്ത്യയിലുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ അത് ആരാന്നറിയാമോ? ആരാണ്? കേരളത്തിൽ ബിജെപിക്ക് സീറ്റ് കിട്ടുമോ? ഒരു സീറ്റും ജയിക്കില്ല. അവർ രണ്ടാം സ്ഥാനത്ത് വരുന്ന സീറ്റുകളുണ്ട്. രണ്ടാം സ്ഥാനത്ത് വരുന്ന സീറ്റിന് കുറവാണ്. അയ്യോ കഴിഞ്ഞില്ല ഇനി കുറേയുണ്ട്. ചിരി നമ്മൾ മണ്ണ് തപ്പും. നിന്റെ ഒരു കോമഡി പറഞ്ഞടാ, ഇവരൊക്കെ ചിരിക്കട്ടെ. ബിജെപി ജയിക്കില്ല. തിരുവനന്തപുരത്ത് സ്ഥിരമായി ഇടതുമുന്നണി 3-ാം സ്ഥാനത്താണ്. ഇപ്രാവശ്യം 1-ാം സ്ഥാനത്തായിരിക്കും. ഇയാൾക്ക് തലക്കെന്താ തകരാറാണ് മേഡം? അതിന് ക്രോസ് വോട്ടിന്റെ ആവശ്യം വരില്ല. ഒരു വോട്ടില്ല. ഇപ്രാവശ്യം 10 ജയിക്കൂടെ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? തൃശ്ശൂരിലോ? തൃശ്ശൂരിൽ തന്നെ. തൃശ്ശൂരിലൊക്കെ വളരെ മുമ്പന്തിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയുള്ളത്. അതെപ്പോ അതൊക്കെ ഉണ്ട്. ആണോ? എന്നാ കണ്ടിന്യൂ. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ബിജെപിക്ക് ഒരു സാധ്യതയും കാണുന്നു. ഒരു സാധ്യതയുമില്ല. ശശി തരൂർ പിന്നോട്ടേക്ക് പോയി. ശശി തരൂർ പിന്നോട്ടേക്ക് പോയാൽ രാജീവ് ചന്ദ്രശേഖരന് സാധ്യത ഉണ്ടാവില്ല. ഇല്ല, ഇടതുപക്ഷ ജനാധിപത്യമുന്നണിക്ക് സാധ്യത. എന്തടിസ്ഥാനത്തിലാണ് ഇവർക്കെല്ലാം സാധ്യത ഉണ്ടാവേണ്ടത്? 7 മണ്ഡലമുണ്ട് ഇവിടെ. ഈ 7 മണ്ഡലത്തിലും എല്ലാ മണ്ഡലത്തിലും മുൻകൈയുണ്ട് ഇടതുപക്ഷ ജനാധിപത്യമുന്നണി. എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും ഇടതുമുന്നണിക്ക് മേൽക്കൈ ഉണ്ടെന്നാണോ പറയുന്നത്? ഉറപ്പ്, ഒരു സംശയമില്ല. അങ്ങനെ ഭരണവിരുദ്ധ വികാരമൊന്നും ഇവിടെ ഇല്ല. അവരെയും വൈദ്യര് പറഞ്ഞതാ കേട്ടിട്ടില്ലേ? ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പ്? ആയിക്കോട്ടെ, അതുകൊണ്ടെന്താ കാര്യം? ഒരു മിനിറ്റ്. കേരളത്തിൽ സംസ്ഥാന സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണോ? ആലത്തൂരിൽ മാത്രം ഒതുങ്ങുന്നു LDF. എന്താ ഉറക്കം വരുന്നു. വടകരയിൽ വലിയ വിവാദം ഉണ്ടായി. അവിടുത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ മോർഫ്ഡ് വീഡിയോ ഉണ്ടായി എന്ന്. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അതൊക്കെ ശരിയാ. സത്യം പറഞ്ഞു, അശ്ലീല വീഡിയോ, എല്ലാ അശ്ലീല വീഡിയോ ഉണ്ടാക്കിനവര്. അശ്ലീല വീഡിയോ ഇല്ലെന്നാണ് ശൈലജ ടീച്ചർ പറയുന്നത്. ഞാനല്ലേ പറയുന്നുണ്ട്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്ന് പറയൂ. ടീച്ചർ പറഞ്ഞില്ല. ഉണ്ട്, സംശയം വേണ്ട. ഇത് കൊടുക്കട്ടെ. ഇല്ലാത്ത പോൺ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞത് തെറ്റായി വീഡിയോ നോക്കണ്ടാന്ന്. അങ്ങനെ തെറ്റായി പോയി. ഇല്ല, തെറ്റൊന്നും ആയില്ല. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. പിന്നെ കേസ് കൊടുക്കട്ടെ. ഞാനല്ലേ ഇല്ലെന്ന് ടീച്ചർ പറഞ്ഞല്ലോ. ടീച്ചറല്ലോ പറയണ്ടേ, ഞങ്ങളെല്ലാം എല്ലാവരും പറയണ്ടേ? ടീച്ചർ മാത്രം പറയണ്ട. ടീച്ചർ പറയണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ. കഴിഞ്ഞ ലോക്സഭയുടെ കണക്കെടുക്കുകയാണെങ്കിൽ 3 പേര് മാത്രമാണ് CPM ഉണ്ടായിരുന്നത്. ലീഗിന്റെ നേതാവായിരുന്നല്ലോ. ഈ തെരഞ്ഞെടുപ്പ് LDFന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. ആലപ്പുഴയിലെ കനൽത്തരി അണയുന്നു. മറ്റൊരിടത്തും ലീഡ് എടുക്കാൻ പോകാതെ വിയർക്കുന്നു LDF. രണ്ടക്കത്തിൽ എത്തിക്കുക എന്നുള്ളത്, നേരത്തെ ചിഹ്നം നിലനിർത്തണം എന്നൊക്കെയുള്ളതായിരുന്നു വലിയ ചർച്ച. അരിവാൾ ചുറ്റുക നക്ഷത്രത്തിന് പകരം എലിപ്പെട്ടിയുടെ ചിഹ്നത്തിൽ അല്ലെങ്കിൽ ഈനാദേശിയുടെ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തും. ചിരിച്ചോ ഇന്നലെ മുതലേ ചിരി നിർത്താൻ ഞാൻ പെട്ട പാടേ. എന്നിപ്പോ ആകെയുള്ളത് ഒരു തരി കനലാണ്. ഈ കപ്പൽ ആടി ഉലയുകയാണ്.